അബോർഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഭയങ്കരമായിട്ട് എന്റെ വായം കൊണ്ട് പറയാൻ പോലെ എനിക്ക് പറ്റുന്നില്ല. എന്തായിരുന്നു ഈ പ്രശ്നം? അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി. ഞാനാ നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സുചേട്ടന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവൾ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും. ഇവര് പറയുന്നതൊക്കെ നേരാണോ? പറയുന്നതെല്ലാം സത്യമാണ്. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഇവള് കൊണ്ടുപോയിട്ട് ഇവള് ഇതിന് ഗർഭനശിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു. എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ആ പറഞ്ഞവരൊക്കെ അവരുമായിട്ട് ഈ പറഞ്ഞ വ്യക്തികളും ഒക്കെ ആയിട്ട് എനിക്ക് യാതൊരുവിധ ശത്രുത ഇല്ലാത്ത ആൾക്കാരാണ്. ഒന്നും എനിക്ക് കമ്പനിയില്ല. അബോർട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ഒരു സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല ഇതെന്താ ശരിക്കും ഇവർക്ക് എന്താന്നേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്കെന്നാ പ്രശ്നം? ഈ പുള്ളിക്കാരി ഞാനും കുറെ വർഷം മുന്നേ ഒരുമിച്ച് എയർടെൽ ജോലി ചെയ്താണ് ഈ ഹനാനും ഞാനും. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. സുധിച്ചേട്ടൻ മരിച്ചതിന് അനുസ്മരണം നടത്തിയപ്പോൾ ഈ കുട്ടി 2 ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ കൂടുതൽ ഇനി ആരോപണമൊന്നുമില്ലല്ലോ, ഇതോടുകൂടി തീർന്നെന്ന് തോന്നുന്നു. ഇനി മതിയാക്കിക്കോ, കാരണം ആഘോഷം വരെ ആയി. ഇനി ഇതിൽ കൂടുതൽ എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണേലും അല്ലല്ലോ ഇവർക്ക് എന്നാ പ്രശ്നം. ഇനി